കേരള പോലീസിന്റെ സംസ്ഥാന വ്യാപക ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊല്ലം പരവൂരിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം യുവാവിൽ നിന്നും പിടികൂടിയത്. പരവൂർ കൂനയിൽ കിഴക്കടമുക്ക് ലാലാമന്ദിരം വീട്ടിൽ വിഷ്ണുവാണ് പോലീസിന്റെ പിടിയിലായത്. കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും പരവൂർ പോലീസും ചേർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഡാൻസ് ഓഫ് സംഘവും പരവൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതിയുടെ കൈവശം നിന്ന് 34 കുപ്പികളിലായി 27.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടിച്ചെടുത്തത്. അനധികൃതമായി മദ്യവിൽപ്പന നടത്തി സാമ്പത്തിക ലാഭം നേടുന്നതിനായാണ് പ്രതി മദ്യം സൂക്ഷിച്ചിരുന്നത്. അറസ്റ്റിലായ പ്രതിക്കെതിരെ കേരള അബ്കാരി നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പരവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് ജില്ലയിലുടനീളം ശക്തമായ പരിശോധനകളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 20.625 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ രതീഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അനധികൃത മദ്യവിൽപ്പനയും ലഹരി വസ്തു വ്യാപനവും തടയുന്നതിനുള്ള പരിശോധനകൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് കൂടുതൽ ശക്തമായി തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPS അറിയിച്ചു. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾ സമീപത്തെ പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയോ അറിയിക്കണമെന്നും കമ്മീഷണർ അഭ്യർത്ഥിച്ചു. ചാത്തന്നൂർ ACP അനുരൂപിന്റെ നിർദ്ദേശാനുസരണം SI സായി സേനന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും പരവൂർ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ SI അഖിൽ, ASI മഞ്ജു, CPOമാരായ നിജു, അനൂപ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.